ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ പതിവ് പോലെ വെള്ളിയാഴ്ച ആയിരുന്നല്ലോ ഇന്ന്. ഞാനും ഷീബയും കൂടി രാജേശ്വരി അമ്പലത്തിൽ തൊഴാൻ പോയിട്ടോ. തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ രഞ്ജിനി ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് രഞ്ജിനിയുടെ വീട്. ഞങ്ങളപ്പോൾ രഞ്ജിനീനെ കാണാമെന്നോർത്ത് വിളിച്ചു നോക്കി. അപ്പോൾ രഞ്ജിനി പറഞ്ഞു അപ്പാർട്ട്മെൻറ്റിന് താഴെ തന്നെ ഒരു അമ്പലമുണ്ട്, വെങ്കടേശ്വര ടെമ്പിള്. അപ്പോൾ അവിടെ ഇന്ന് ഭഗവാന്റെ കല്യാണോത്സവം നടക്കണ ചടങ്ങുണ്ട്, ജയശ്രീയും ഷീബയും കൂടി വന്നാൽ കാണാം, നല്ല അടിപൊളി ചടങ്ങാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നടന്നാട്ടോ പോയത്, അവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെന്ന് കയറുമ്പോൾ അവിടെ ആ വിശേഷപ്പെട്ട ചടങ്ങ് നടക്കുമായിരുന്നു കേട്ടോ. പൂജാരി ഇങ്ങനെ താലിയൊക്കെ എടുത്ത് എല്ലാവരുടെയും അനുഗ്രഹം മേടിച്ച് ചാർത്തണ ചടങ്ങ്. അത് കഴിഞ്ഞ് അവർ ഭയങ്കര അലങ്കാരങ്ങളൊക്കെ ചെയ്തു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ഭഗവാനെയും ദേവിയെയും. പിന്നെ അമ്പലത്തിന്റെ ഉള്ളിലും ഞങ്ങൾ കയറി തൊഴുതു കേട്ടോ. അവിടെയും പൂജ ഇങ്ങനെ ഭയങ്കര ഡെക്കറേഷനൊക്കെ ആയിരുന്നു, പൂക്കൾ കൊണ്ടുള്ള അലങ്കാരങ്ങളായിരുന്നു. ഇത് അവിടുത്തെ ബെല്ലാട്ടോ, പൂജ ചെയ്യണ സമയത്ത് ഇലക്ട്രിക് ബെല്ലാട്ടോ. ഇത് മിക്ക അമ്പലങ്ങളിലും ഇവിടെ ബാംഗ്ലൂര് കാണാറുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ചു നേരം അമ്പലത്തിന്റെ അകത്തിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ പൂജ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ പൂജാരി ഇങ്ങനെ തട്ടത്തില് പൂക്കളൊക്കെ ഇട്ട് നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ പേരും നാളും ഒക്കെ, ഫാമിലിയിലെ എല്ലാവരുടെയും പേരും നാളും ഒക്കെ ചോദിച്ച് അവർ പൂജ ചെയ്യും കേട്ടോ. നല്ലൊരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ അന്നദാനത്തിന് ക്യൂ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം നിന്ന് നോക്കി, പക്ഷേ നമുക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ നമ്മൾ അടുത്ത ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവരുടെ ഇളയ മോളുണ്ടായിരുന്നു കേട്ടോ, പൗർണമി. പ്രകാശ് ചേട്ടൻ്റെയും ചേച്ചിയുടെയും മോളാട്ടോ. എനിക്കൊരു മോളൂടി ഉണ്ട്, അമ്മു. ഇത് ഇളയ മോള്. അവള് ഭയങ്കര എക്സൈറ്റഡ് ആയി ഞങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ. എന്താ പറയണ്ടേ, ഇതുവരെ പെട്ടെന്ന് കണ്ടപ്പോഴേ കുറേ നേരം സംസാരിച്ച് അങ്ങനെ അവിടുന്ന് ടാറ്റ പറഞ്ഞ് ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും ചെന്ന് നോക്കി അന്നദാനത്തിന്റെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഒത്തിരി സമയമായില്ലേ, 2 മണി കഴിഞ്ഞു. അപ്പം നമ്മൾ അവിടെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചു. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട, അത് പാലക്കിൻ്റെ ഇല വെച്ചിട്ടുള്ള എന്തോ ഒരു സ്നാക്സ് പോലെയായിരുന്നു. നോർത്ത് ഇന്ത്യൻ താലിയായിരുന്നു കേട്ടോ. അതിൽ റൊട്ടി, കുൽച്ച ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു അവിടെ ഇരുന്ന്. നല്ലോണം വിശന്നായിരുന്നു. 2 മണി കഴിഞ്ഞു. അപ്പൊ ഷീബയൊക്കെ ഇങ്ങനെ വാടി തളർന്നു, വിശന്നിട്ടാണോ അങ്ങനെ. തീർത്തിരിക്കുന്നു ജയശ്രീ. അങ്ങനെ കഴിക്കണം. എങ്ങനെയുണ്ട് ഫുഡ്? എൻ്റെ ഇലയില് എല്ലാം ബാക്കി പരിപ്പേറി കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. രഞ്ജിനിയുടെ അമ്മയുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ. എന്നിട്ട് തിരിച്ചു